ഹായ്, അസ്സലാമു അലൈക്കും. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും യൂസ് ചെയ്യാവുന്നതാണ്. കട്ടകളില്ലാതെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദ വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. കോൺഫ്ലോറാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റും കാണാനും ഒക്കെ നല്ലതായിട്ട് കിട്ടുന്നത് കോൺഫ്ലോറാണ്. അതില്ലെങ്കിൽ മൈദ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്തിട്ട് ഇനി ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ അടിയിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒന്ന് തിളച്ച് വരുന്ന ആ സമയമാകുമ്പോൾ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഈ കോൺഫ്ലോറിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതേപോലെ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്കിനി വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒപ്പം ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ വാനിലയുടെ ടേസ്റ്റാണ് അതിന് കൂടുതലായിട്ട് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വെച്ചാലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ പാട പോലെ ഉണ്ടാവും. ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊട്ടിച്ച് ഇടുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കോഫി വെച്ചിട്ടും ഈ ഒരു സെയിം റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ബൂസ്റ്റിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ കോഫി പൗഡർ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സാക്കി എടുക്കാം. ബൂസ്റ്റിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് ബിസ്ക്കറ്റ് കൂടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി പഞ്ചസാരയുടെ ആവശ്യമില്ല. ഇതേപോലെയുള്ള ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം ഈ ഒരു ഗ്ലാസിൻ്റെ ട്രേയിലേക്കാണ് ഞാൻ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ബിസ്ക്കറ്റ് ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്കിത് ചെറിയ ചെറിയ ബൗളിലോ അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ്സുകളിലൊക്കെ സെറ്റാക്കി എടുക്കാവുന്നതാണ്. ബിസ്ക്കറ്റ് എല്ലായിടവും നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ ബൂസ്റ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോഫിയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നതെങ്കിൽ കോഫിയുടെ ഒപ്പം തന്നെ കുറച്ച് പഞ്ചസാര കൂടി മിക്സാക്കി എടുക്കണം. ഈ ബിസ്ക്കറ്റ് ഒന്ന് നനഞ്ഞു വരാൻ പാകത്തിന് മാത്രം ഇതിലേക്ക് ബൂസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കോൺഫ്ലോറിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇത് കുറച്ച് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ബിസ്ക്കറ്റിൻ്റെ ലെയർ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ എത്രത്തോളം എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഒരു ചെറിയ ട്രേയിൽ ചെയ്യുന്നത് കൊണ്ടാണ് 2 കപ്പ് പാലിൽ അളവിൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 കപ്പ് പാലിൽ ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ലെയറിലും ബിസ്ക്കറ്റും നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബൂസ്റ്റിൻ്റെ മിക്സും ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്.
അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള കോൺഫ്ലോറിൻ്റെ മിക്സും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കുറച്ച് ബൂസ്റ്റിൻ്റെ പൗഡർ കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ചൂടൊക്കെ പോയി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് 2 മണിക്കൂർ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് മോൾഡിലൊക്കെ ചെയ്തിട്ട് പ്ലേറ്റിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. നല്ല ടേസ്റ്റുമാണ് ഈ ഒരു പുഡിങ് കഴിക്കാനായിട്ട്. നല്ല ക്രീമിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ബിസ്ക്കറ്റ് വെച്ചിട്ട് ബൂസ്റ്റിൻ്റെയൊക്കെ നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്